എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വിഷയം ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. മുഖ്യമന്ത്രി ഈ അടുത്ത് അനൗൺസ് ചെയ്ത ഒരു കാര്യം എന്താണ്? ആർത്തവ ദിവസങ്ങളിൽ പെൺകുട്ടികൾക്ക് അവധി കൊടുക്കുന്നു. അപ്പം ശ്രീലേഖ IPS എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. അപ്പൊ ശ്രീലേഖ IPSന്റെ ഒന്ന് കേൾക്കാം. ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനം. ക്ലാസ്സിൽ പോകാതിരുന്നാൽ നാട്ടുകാരറിയില്ലേ, നാണക്കേടല്ലേ? ആർത്തവം അവധിക്കെതിരെ ശ്രീലേഖ. അതിന്റെ ഇടയ്ക്ക് ഇത് പറയുമ്പോൾ ശ്രീലേഖ മാഡം പറഞ്ഞത് എന്റെയൊക്കെ ഒരു ജനറേഷന് വളരെ ശരിയാണ്. എന്താണെന്നറിയോ, ആർത്തവം പീരിയഡ്സ് എന്നൊക്കെ പറഞ്ഞ ആരെ അറിയിക്കാതെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. നാണക്കേട് പോലെയാണ് കേട്ടോ. അതൊക്കെ 10 പേരോട് പറയുക, അല്ലെ ആരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കീഴ്വഴക്കം. ആ ഒരു ജനറേഷൻ ഗ്യാപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു രീതിക്കാണ് ശ്രീലേഖ IPS പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ജനറേഷൻ തലമുറകളുടെ വ്യത്യാസമാണ് ഇവിടെ പ്രശ്നമായിരിക്കും. പുള്ളിക്കാരത്തി പ്രതികരിച്ചതിനെ ആൾക്കാർ പൊങ്കാലയിടുന്നുണ്ട്, പക്ഷെ പ്രതികരിച്ചതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ കാലഘട്ടത്തിലൂടെ ജീവിച്ച ആ മനസ്സിലൂടെ സഞ്ചരിച്ചാ പറയുന്നത്. അന്നത്തെ അല്ലെ ആ പ്രായം വെച്ച്, ഞങ്ങളുടെയൊക്കെ പ്രായം വെച്ച് പീരിയഡ്സ് ആവുക എന്ന് പറയുന്നത് ഒരു രഹസ്യമായിട്ട് വെക്കും. ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു നടക്കില്ല. ഞങ്ങൾക്ക് അതൊരു നാണക്കേട് തന്നെ. പെൺകുട്ടികൾ പോലും പരസ്പരം പറയില്ല. ഇവിടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ പറയും, എന്നാലും ക്ലാസ്സിൽ പോലും അത് പറയില്ല. ഒരു നാണക്കേട് പോലെ കരുതുന്ന ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ കാലം മാറി. ഈയിടെ ഞാൻ ആര്യ ബെഡായുടെ എന്തോ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കാണാനിടയായപ്പം അവരാദ്യമേ തന്നെ പറയുന്നത്, എനിക്കിന്ന് പീരിയഡ്സ് ആയതുകൊണ്ട് ഒരു മൂഡില്ലാതിരിക്കായിരുന്നു. അപ്പോഴാണ് സ്റ്റോക്ക് വന്നത്. ആ ക്ഷീണമൊക്കെ മറന്ന് ഞാൻ ചാടി ഓടി വേഗം അതെടുക്കാൻ പോയി. അതുപോലെ ഓരോരുത്തരുടെയും ഫാമിലി വ്ളോഗ് അവിടെ ഇവിടെയൊക്കെ കേൾക്കുമ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പീരിയഡ്സ് ആയിട്ടിരിക്കാന്നുള്ള വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിളിച്ചു പറയാം. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസ് കാണാറുണ്ട്. ബിഗ് ബോസിൽ എപ്പോഴും ഈ ഒരു വാചകം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയും, പീരിയഡ്സ് ആയിട്ടിരിക്കുക. ഇത് ഇങ്ങനെ കേൾക്കാം. അപ്പോഴൊക്കെ ഞാനും മനസ്സിൽ ഓർക്കാറുണ്ട്, ഇതിങ്ങനെ പറയുന്ന ഒരു നാണക്കേടാണല്ലോ എന്ന്. പക്ഷെ ഞാൻ സ്വയം മനസ്സിലാക്കി, ഇത് ജനറേഷൻ ഗ്യാപ്പ്, അതായത് പഴയ ആൾക്കാരുടെ ചിന്താഗതിയല്ല പുതിയ ആൾക്കാരുടെ. അതുകൊണ്ടാണ്. അതാണ് ശ്രീലേഖ മാഡം ഇത് പറഞ്ഞത്. അപ്പൊ ശ്രീലേഖ മാഡത്തിന് കൊടുത്ത മറുപടികൾ, ജീവിക്കുന്ന നൂറ്റാണ്ട് മാറിപ്പോയി. ആദ്യമേ തന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത്. നാണക്കേടോ? അടുത്തയോത്യം എന്ത് നാണക്കേട്? ഇവളൊക്കെ സ്ത്രീ വിരുദ്ധതയല്ലേ പറയുന്നത്. സത്യം പറഞ്ഞാൽ അവർ സ്ത്രീ വിരുദ്ധതയൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. വെറുതെ അവരെ അങ്ങ് പിടിച്ച് സ്ത്രീ വിരുദ്ധതയാക്കുക. അവരൊരു സ്ത്രീ വിരുദ്ധതയും പറഞ്ഞിട്ടില്ല. ഇതാണ് അവരുടെ പ്രശ്നം, തലമുറകളുടെ വ്യത്യാസം. അവരുടെ ആ കാലഘട്ടവും ഈ കാലഘട്ടത്തിൽ ഒരു വന്ന മാറ്റം അവര് ഉൾക്കൊണ്ടില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല. എന്ത് നാണക്കേടാണ് മാഡം? നാണക്കേടോ? എന്തിന്? വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, ലീവ് എടുത്തേ പറ്റുള്ളൂ. വയറുവേദന കൊണ്ട് പുളയുന്ന കുട്ടികൾ ലീവ് എടുക്കുന്ന അവരുടെ മാറ്റിയ സർക്കാരിന് അഭിനന്ദനങ്ങൾ. വയറുവേദന ഇല്ലാത്ത കുട്ടികൾ ലീവ് എടുക്കണമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കരുത്. ശിലായുഗത്ത് നിന്ന് വണ്ടി കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാർ സദയം ക്ഷമിക്കുക. ഇത്രയും കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഈ അമ്മച്ചിയോട് പറയൂ, കാലം മാറിയെന്നും. സ്വകാര്യ അഭിമാനം, പക്ഷെ പുറത്തു പറഞ്ഞ നാണക്കേട്. കഷ്ടം തന്നെ. ശരിയാണ് ഇവര് ചോദിക്കുന്നത്, സ്വകാര്യ അഭിമാനം പുറത്തു പറഞ്ഞാൽ. പക്ഷെ ഞങ്ങളുടെയൊക്കെ ആ ഒരു തലമുറ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ്. ഈ ഒരു കാര്യം പുറത്തു പറഞ്ഞു നടക്കില്ല. പക്ഷെ ഇന്നത്തെ തലമുറയെക്കാട്ടും ഒരു നല്ല കാര്യം പണ്ടത്തെ തലമുറ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആർത്തവ സമയത്ത് ബ്ലീഡിംഗ് ആണല്ലോ ഈ ആർത്തവം എന്ന് പറയുന്നത്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ബ്ലീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളും ജോലിക്കാരും എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഈ രാവിലെ ഒക്കെ ഒരുങ്ങി സ്കൂളിലോ ഓഫീസിലോ ഒക്കെ പോകുന്നു, ബസ്സേ കയറി പോകുന്നു, കഠിനമായ പല ജോലികൾ ചെയ്യുന്നു. വല്ല സാധനങ്ങളുണ്ട് അത് തൂക്കിയെടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ കഠിനമായ ജോലികളൊക്കെ ചെയ്യുന്നു. സാധാ ദിവസങ്ങൾ, ഈ പുരോഗമനവാദം പറയുന്ന നിങ്ങളുടെ ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ ആർത്തവ ദിവസങ്ങളെ സാധാ ദിവസങ്ങൾ പോലെ തന്നെ കരുതി അങ്ങനെ പോകുന്നു. പക്ഷെ ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ ആർത്തവ ദിവസങ്ങളിൽ കുറെ കാലമെങ്കിലും, എന്റെ ഒന്നും കിട്ടിയിട്ടില്ല, എന്നാൽ എന്റെയൊക്കെ തൊട്ടു മുന്നിലുള്ള കാലഘട്ടത്തിൽ പോലും ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ആർത്തവ സമയത്ത് ഒരു 4-7 ദിവസം വരെ എന്ന് പറയാം, ഒരു മറപ്പുര കെട്ടിയിട്ട്, അല്ലെ ഒരു വീടിന്റെ ചായ്പ് പുറകുവശത്ത് ഒരു മുറിയില് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്നുള്ള രീതി. അതായത് ആരും തൊടാൻ പാടില്ല. ആർത്തവമാകുന്നവർ ആ ഒരു മുറിയില് അവരെ ആരെയും കാണിക്കാതെ മാറ്റി പാർപ്പിക്കുക. എന്നിട്ട് അവിടെ കൊണ്ട് ഫുഡ് കൊടുക്കുക. അവിടെ ചുരുണ്ടുകൂടി കിടക്കുക. ആ സമയത്ത് ഉപയോഗിക്കുന്ന കട്ടില, പായ, അങ്ങനെയുള്ള പായയും പുതപ്പും അതെല്ലാം വേറെയാണ്. അങ്ങനെ ആരെയും തൊടാൻ പാടില്ല. അയിത്തം പോലെ അങ്ങനെ മാറ്റി താമസിപ്പിക്കും.
സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ശാസ്ത്രീയമായ വശം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബ്ലീഡിങ് സമയത്ത് അന്നത്തെ കാലത്ത് ആട്ടുക, അരകല്ല് എടുക്കുക, വെള്ളം കോരുക, അല്ലെ കൊയ്യാൻ പോയി ഇങ്ങനെ കഠിനമായ ജോലികൾ ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഓവർ ആകും. അത് യൂട്രസിന് പിന്നീട് കേടാവും. അപ്പൊ ഈ ഒരു തൊട്ടുകൂടാ തിണ്ടിക്കൂടാന്ന് പറഞ്ഞൊരു മറപ്പര ആ 7 ദിവസം റെസ്റ്റ് കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ കഠിനമായ ജോലി ചെയ്യേണ്ട, അതുമൂലം അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവില്ല. അവർക്ക് സുഖമായിട്ട്, അതായത് ആർത്തവ സമയത്ത് വയറുവേദന എന്തെങ്കിലും ഉണ്ട്, സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാം. അന്നൊക്കെ ഓരോ ഒറ്റമൂലികളുണ്ട് വേദന കുറയ്ക്കാൻ, അതും കഴിച്ചിരിക്കാം. അതാണ് അന്നത്തെ തലമുറയുടെ പ്രത്യേകത. അത് നമ്മൾ അനാചാരമായിട്ട് കരുതി അതങ്ങ് പിന്നെ അങ്ങ് മാറ്റി. പക്ഷെ ഇപ്പൊ ഉള്ളവരോ ഈ ആർത്തവവും ഈ ബ്ലീഡിങ്ങും വെച്ച് നെട്ടോട്ട് ഓടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് എതിരെയാണ് ഇപ്പൊ ഏതായാലും മുഖ്യമന്ത്രി അവധി കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെയാണ്. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, വേദന കടിച്ചു പിടിച്ച് ജോലിക്കും ക്ലാസ്സിലും പോകുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ഉപകാരം ചെയ്ത് പുലി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ തീറ്റിക്കുകയും ഇല്ല എന്നുള്ള രീതി. അങ്ങനെയാണ് ശ്രീലേഖ IPS മറുപടി കൊടുത്തിരിക്കുന്നത്. ഇനി ഉമാ തോമസ് വന്ന് പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആർത്തവം സ്ത്രീകൾക്ക് ദൈവികമായി ലഭിച്ച കാര്യം മാറ്റി നിർത്തേണ്ട ഒന്നല്ല, അതും വളരെ ശരി. അവർക്ക് സൗകര്യമുണ്ടാക്കുകയാണ് വേണ്ടത്. ഉമാ തോമസ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല. പ്രശ്നമുള്ളവർ ലീവ് എടുക്കാതിരിക്കട്ടെ, പ്രശ്നമില്ലാത്തവർ ലീവ് എടുക്കട്ടെ. അല്ല, അവധി ആവശ്യമുള്ളവർ എടുത്താൽ മതി, അല്ലാത്തവർ എടുക്കേണ്ട. എന്തായാലും അവധി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. നിയമപ്രകാരമുള്ള അവധി ആയതുകൊണ്ട് ധൈര്യമായിട്ട് ലീവ് എടുക്കാമല്ലോ. അതൊരു വളരെ കറക്റ്റാ അല്ലേ? നിയമപ്രകാരമുള്ള അവധിയായുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ അപ്പൊ ആ അവധി എടുക്കുമ്പോൾ ആ ക്ലാസ് മൊത്തം അറിയാൻ പോവാണ് പീരിയഡ്സ് ആയെന്ന്. ആ ഒരു പോയിന്റ് വെച്ചാണ് ശ്രീലേഖ മാഡം അത് പറയുന്നത്. പക്ഷെ ഇപ്പം ക്ലാസ് മൊത്തം പീരിയഡ്സിന്റെ പുറത്ത് ലീവ് എടുത്തെന്ന് പറഞ്ഞാൽ ആർക്കും അതൊരു നാണക്കേടല്ല. അതുകൊണ്ടാണ് പിന്നെ ഇതിനെ അത്ര നാണക്കേടായിട്ട് കരുതണമെന്നും ഞാൻ പറയല്ലേ. ഞാൻ പുതിയ തലമുറയുടെ ചിന്താഗതിയാണ്. കാരണം അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്ന ഒരു പ്രക്രിയയല്ലേ. ഓരോ മാസവും ഗർഭപാത്രത്തിന്റെ ഭിത്തികള് ഒരു മെത്ത പോലെ ഒരു ഭ്രൂണത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരു മെത്ത ഒരുക്കും. അതായത് ഭ്രൂണം യൂട്രസിന്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത്. ആ പറ്റിപ്പിടിച്ച് വളരണമെങ്കിൽ യൂട്രസിന്റെ ഭിത്തി ഈ നല്ലൊരു മെത്ത ഉണ്ടാക്കി എല്ലാ സൗകര്യവും ഉണ്ടാക്കി വെക്കും. ഒരു ഭ്രൂണത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു കെട്ടി ഇങ്ങനെ ഇരിക്കും യൂട്രസ്. അവസാനം ഭ്രൂണം വരുന്നില്ല എന്ന് കാണുമ്പോൾ അതിന്റെ യൂട്രസിന്റെ കണ്ണുനീരാണ് പീരിയഡ്സ് എന്നാണ് പറയുന്നത്. ഭ്രൂണം എത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ പൊഴിയുകയാണ് ചെയ്യുന്നത്, പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ യൂട്രസിന്റെ കണ്ണുനീരാണ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന പോലെ ഒരു അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാനുള്ള ദൈവികമായ ഒരു കാര്യം പോലെയാണ് വരുന്നത്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ആ രീതി കാണുന്നത് തന്നെയാണ് നല്ലത്. ഞങ്ങളുടെ തലമുറയിലെ പോലെ ഇതെന്തോ ഒരു നാണം കെട്ട കാര്യം അങ്ങനെ കാണണമെന്നില്ല. ഈ രണ്ടു കൂട്ടരും പറഞ്ഞ അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.